പരിശുദ്ധാരൂപിക്കെതിരായ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയില്ല. നിങ്ങളുടെ ആരുടെയെങ്കിലും ഓർമ്മയിലുണ്ടോ? നമ്മുടെ വേദോപദേശ ക്ലാസ്സുകളിൽ കുഞ്ഞുനാളിൽ നമ്മൾ പഠിച്ചതാണ് പരിശുദ്ധാരൂപിക്കെതിരായ പാപങ്ങൾ 6. അതെല്ലാം ദൈവനിഷേധത്തിന്റെ പാപങ്ങളാണ്. ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നോക്കണം. ഞാനത് പറഞ്ഞു തരാം. ഒന്നാമത്തത്, മോക്ഷം കിട്ടുകയില്ല എന്നുള്ള വിചാരം. അതായത് നമ്മൾ പണിപ്പെട്ടിട്ടൊന്നും കാര്യമൊന്നുമില്ലെന്നേ, നമ്മളൊന്നും ഗതി പിടിക്കാൻ പോകുന്നില്ല, നമ്മുടെ നിരാശയാണത്. മോക്ഷം കിട്ടുകയില്ല എന്നുള്ള വിചാരം. 2, പുണ്യപ്രവൃത്തികൾ കൂടാതെ മോക്ഷം പ്രാപിക്കാമെന്ന മിഥ്യാബോധം. ഇതിനധികം പണിപ്പെടുവൊന്നും വേണ്ട, നമ്മളെ രക്ഷപ്പെട്ടോളും കയറിപ്പൊക്കോളൂ എന്ന്. കർത്താവ് നമ്മളെ ഒന്നും കളയത്തൊന്നും ഇല്ലെന്ന്, എടുത്തുകൊണ്ട് പൊക്കോളും എന്ന് വിചാരിച്ചിട്ട് ഒരു നന്മയും ചെയ്യാതെ അതിനെക്കുറിച്ച് ഒട്ടും കേടല്ലാതെ ഇങ്ങനെ ജീവിച്ചു പോകുന്ന ശൈലിയുണ്ടല്ലോ. 2 അപകടം. 3, ഒരു കാര്യം സത്യമാണെന്ന് അറിഞ്ഞിട്ടും അതിനെ നിഷേധിക്കുന്നത്. നമുക്കറിയാം, എന്താ ഞാൻ പറഞ്ഞതല്ല, അവൻ പറഞ്ഞതാണ് ശരി. പക്ഷെ ആ ശരിയെ അംഗീകരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. അതിന് പല കാരണങ്ങളുണ്ട്. എനിക്ക് കിട്ടിയ പരിശീലനം, ഞാൻ ഉൾപ്പെട്ടിരിക്കുന്ന ഗ്രൂപ്പ്, എൻ്റെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾ, ഞങ്ങളുടെ ചില മുൻവിധികൾ, ഇത് കാരണം ആ സത്യത്തെ അംഗീകരിക്കാതിരിക്കുകയാണ്. ഒരു കാര്യം സത്യമാണെന്ന് അറിഞ്ഞു, പക്ഷെ അതിനെ നിഷേധിക്കുന്നു. 4ാമത്തെ പാപം, മറ്റുള്ളവർ വളർച്ചയിലുള്ള അസൂയ. വേറെ ഒരാളുടെ വളർച്ചയിൽ അസൂയ കൊണ്ട് നീ നിൽക്കുമ്പോൾ സംഭവിക്കുന്നത്, അവനെ ഉയർത്തിയ ദൈവത്തെയാണ് നീ എതിർക്കുന്നത്. അത് ചെയ്യാൻ പാടില്ല. 5ാമത്തത്, അനുതാപമില്ലാതെ പാപത്തിൽ തുടരുന്നത്. ഒരു പാപം ചെയ്യുന്നു, ആ പാപത്തെ സങ്കടപ്പെടുന്നു, ഫെയർ ആൻഡ് ഗുഡ്. ബലഹീനതല്ലേ നമ്മൾ? പാപത്തിൽ വീണു പോകും, സങ്കടപ്പെടുന്നു, അനുദപിക്കുന്നു, തിരിച്ചു വരുന്നു. പക്ഷേ ഈ പാപത്തെക്കുറിച്ച് അനുദപിക്കുന്നില്ല, ഒരു റിഗ്രറ്റും ഇല്ല. പാപത്തെക്കുറിച്ച് പരിശുദ്ധാരൂപിക്കെതിരായ പാപമാണ്. 6ാമത്തത്, അന്ത്യനേരത്ത് പോലും, മരണനേരത്ത് പോലും, അവസാനം എത്തിയെന്ന് അറിഞ്ഞിട്ട് പോലും അനുതാപം ഉണ്ടാകുന്നില്ല. അനുതാപം ഉണ്ടാകണമെന്നൊക്കെ അറിയാം, പക്ഷെ അത് ഉണ്ടാകുന്നില്ല. ഞാൻ നിഷേധിക്കുകയാണ്. കംപ്ലീറ്റ് നിഷേധമാണ് കർത്താവിനോട്. പരിശുദ്ധാരൂപിക്കെതിരായ പാപമാണ്.